ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും സ്നേഹത്തോടെ ഉള്ള ഒരു കെട്ടിപ്പിടുത്തം അത് മാത്രം മതി. വേറെ വാക്കുകളോ ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ മൈൻഡ് ഹാപ്പി ആവാനും നമ്മുടെ പല വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ടും. എന്താ ശരിയല്ലേ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നല്ല വിഷമത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആകെ ഡാർക്കായിട്ടിരിക്കുന്ന ടൈമിൽ ആരെങ്കിലും സ്നേഹത്തോടെ നമ്മളിന്ന് കെട്ടിപ്പിടിച്ചിട്ട് നല്ല ഒരു ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ധൈര്യം കിട്ടാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു കെട്ടിപ്പിടുത്തത്തിന് സാധിക്കും എന്നതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആകെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ വന്ന് സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ നന്നായിട്ടൊന്ന് തണുപ്പിക്കാനും നമ്മുടെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആരോടെങ്കിലുമൊക്കെ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് കെട്ടിപ്പിടിക്കുന്നതിലൂടെ നമുക്കത് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലവ് ബോണ്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹത്തോടെ ആരെങ്കിലുമൊക്കെ ഇന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരും തമ്മിലുള്ള ഒരു ലവ് ബോണ്ട് കൂടും എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹഗ് ചെയ്യുമ്പോൾ ലവ് ഹോർമോൺ റിലീസാകി നമ്മുടെ മൈൻഡ് നന്നായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ നല്ല ഹാപ്പി ആകും എന്നാണ് പറയുന്നത്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 20 സെക്കൻഡ് കൂടുതൽ നിങ്ങൾ ഹഗ് ചെയ്താൽ നിങ്ങളുടെ ബോഡിയിലൊരു ഹോർമോൺ റിലീസാകും. നിങ്ങൾ ആരെയാണോ ഹഗ് ചെയ്യുന്നത് അവരോട് നിങ്ങൾക്കൊരു വിശ്വാസവും ഒരു സ്നേഹം കൂടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു 20 സെക്കൻഡ് ഒരാളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ളൊരു വിശ്വാസം അത് കൂട്ടും എന്നാണ് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കും. നമ്മൾ നന്നായിട്ട് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ആരെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്നിട്ട് ഒരു ആശ്വാസ വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ ഫുള്ള് പോകും അല്ലേ? അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ടെൻഷൻ കുറയും എന്നാണ് പറയുന്നത്. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെയിൻ റിലീഫ് സോഴ്സാണ് ഈ ഹഗ്ഗിങ് എന്ന് പറയുന്നത്. നമ്മൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ വന്ന് നമ്മളിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോട്ടെ സാരമില്ല എന്നൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പകുതി വിഷമവും അവിടെ പോകും. അതുകൊണ്ട് ഹഗ്ഗിങ് എന്ന് പറയുന്ന ഒരു പെയിൻ റിലീഫ് സോഴ്സ് ആണെന്ന് പറയാം. ഇനി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ അധികം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലാതെ പുറത്ത് ആരെങ്കിലുമൊക്കെ കെട്ടിപ്പിടിക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് വേണം കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ എന്ത് കോൺസിക്വൻസ് ഇതിലൂടെ ഉണ്ടായാലും നിങ്ങൾ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇതൊരു എഡ്യൂക്കേഷൻ ചാനലാണ്, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.